ഇതാണ് വാർ ടൈം സ്ട്രാറ്റജി. ക്യാഷ് ഈസ് പവർ, ക്യാഷ് ഈസ് കിങ്. 4-ാം തീയതി, 4-ാമത്തെ ദിവസം അത് വെൻഡേഴ്സിന് കൊടുക്കാൻ കാണും, അത് റെന്റ് കൊടുക്കാൻ കാണും. നമ്മുടെ കൺട്രോളിൽ കിടക്കുന്ന ക്യാഷ് എത്രയുണ്ട്, അത് ടാക്സ് കൊടുക്കാൻ കാണും, അത് ചിലപ്പം സാലറി കൊടുക്കാൻ കാണും, അത് ചിലപ്പോൾ EMI അടയ്ക്കാൻ കാണും. 3000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്, 10 രൂപ തന്നാൽ മതി. മൊത്തം തരാനുള്ളത് 13,000 രൂപയാണ്. 30 ദിവസമാണ് ക്രെഡിറ്റ്. അതില്ല. ഇന്ന് കാശ് തരാമെങ്കിൽ 12 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ 10 രൂപ തന്നാൽ മതി. ചെലവ് ചുരുക്കുക, എക്സ്പെൻസ് കുറയ്ക്കുക. നമ്മുടെ കയ്യിൽ എപ്പോഴും 3 നമ്പേഴ്സ് വേണം. ഇന്ന് ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടന്റിനോട് പറയാം, എനിക്ക് നാളെ രാവിലെ എനിക്ക് ഈ 3 കാര്യങ്ങൾ അറിയണം. ഒന്നാമത്തെ കാര്യമാണ് ക്യാഷ് ഇൻ ഹാൻഡ്. എവറി ഡേ 9 മണിയാകുമ്പോൾ നമുക്കൊരു റിപ്പോർട്ട് ഓഫീസിൽ നിന്ന് കിട്ടണം. ആ റിപ്പോർട്ടിൽ പറയേണ്ടത് ഇന്ന് ഈ നിമിഷം എത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് രാവിലെ നമുക്ക് കിട്ടേണ്ട റിപ്പോർട്ടിൽ ക്യാഷ് ഇൻ ഹാൻഡ്. അത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ പല അക്കൗണ്ടിൽ നമ്മുടെ കൺട്രോളിൽ കിടക്കുന്ന ക്യാഷ് എത്രയുണ്ട്. രണ്ടാമത് നമ്മൾ അറിയേണ്ട കാര്യമാണ്, അടുത്ത 7 ദിവസം നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. 7 days പേയബിൾ. അടുത്ത 7 ദിവസം നമ്മൾ ആർക്കൊക്കെ കാശ് കൊടുക്കാനുണ്ട് എന്ന ലിസ്റ്റ് എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ വേണം. 10-ാം തീയതി ആണെങ്കിൽ 17-ാം തീയതി വരെ നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുക്കാനുള്ള അത് വെൻഡേഴ്സിന് കൊടുക്കാൻ കാണും, അത് റെന്റ് കൊടുക്കാൻ കാണും, അത് ടാക്സ് കൊടുക്കാൻ കാണും, അത് ചിലപ്പം സാലറി കൊടുക്കാൻ കാണും, അത് ചിലപ്പോൾ EMI അടയ്ക്കാൻ കാണും. എന്തൊക്കെ അടുത്ത 7 ദിവസത്തേക്ക്, എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. അടുത്ത 7 ദിവസം ഞാൻ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു ലിസ്റ്റും കൂടെ വേണം. അടുത്ത 14 ദിവസം എനിക്കാരൊക്കെ കാശ് തരാനുണ്ട്, എവിടുന്നൊക്കെ കാശ് കിട്ടാനുണ്ട്. അടുത്ത 14 ദിവസം, 7 ദിവസം കൊടുക്കാനുള്ളതും 14 ദിവസം കിട്ടാനുള്ളതും. എന്തിനാ? ഈ 7 ദിവസത്തെ കിട്ടാനുള്ളതും 7 ദിവസത്തെ കൊടുക്കാനുള്ളതുമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരുത്തനൊന്ന് ചവിട്ടിയാൽ നമ്മളുടെ കണക്കുകൂട്ടൽ തെറ്റും. അതുകൊണ്ടാണ് പറഞ്ഞ 14 ദിവസത്തെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്കൊരു എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് 4-ാം തീയതി, 4-ാമത്തെ ദിവസം നമുക്ക് 2 ലക്ഷം രൂപ തരാനുണ്ട്. പക്ഷേ ഇവര് 3-ാം തീയതി നമ്മളെ വിളിച്ചിട്ട് പറയാണ്, അപ്പൊ ഇതനുസരിച്ചിട്ടാ നമ്മൾ കൊടുക്കാനുള്ളവരുടെ പൈസ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്. പക്ഷെ ഇവൻ 2-ാം തീയതി പറയാണ്, 4-ാം തീയതിയിലത്തെ ചെക്കേ ഇപ്പൊ ഇടണ്ട, 10-ാം തീയതി ഇട്ടാ മതി എന്ന് പറയാം. മൊത്തം കണക്കുകൂട്ടൽ തെറ്റി. അതേസമയം 14 ദിവസത്തെ റിസീവബിൾ കണക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ നല്ലൊരു കസ്റ്റമർ അതിൻ്റെ അകത്തുണ്ട്, അയാളെ വിളിച്ചിട്ട് അച്ഛാ അല്ല ഇക്ക ആ പൈസ ഒന്ന് നേരത്തെ ഇട്ടേക്കണം. നമ്മുടെ ഡേറ്റ് 9-ാം തീയതി വരുന്നത്, പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, നേരത്തെ ഒന്ന് റിലീസ് ചെയ്തേക്കാവോ? പറയാം, അയ്യോ അത് അല്ല 2 ലക്ഷം ഇട്ടാ മതി, 2 ഇട്ടാ മതി, മറ്റേത് 9-ാം തീയതി തന്നാൽ മതി. മൊത്തം 9 ആണല്ലോ തരാനുള്ള. 9-ാം തീയതി തന്നാൽ മതി, 2 എനിക്കിപ്പോൾ ഒന്ന് റിലീസ് ചെയ്ത്. അതിനെന്താ കുഴപ്പമില്ല, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ, അക്കൗണ്ട്സിൽ നിന്ന് മേടിച്ചു. എന്റെ ഗുണം എന്താ? 14 ദിവസത്തെ കണക്ക് കയ്യിലുണ്ടെങ്കിൽ 7 ദിവസത്തെ കമ്മിറ്റ്മെന്റ് നമുക്ക് പാലിക്കാൻ പറ്റും. 3 കണക്ക് നമ്മുടെ കയ്യിൽ വേണം. 1 ക്യാഷ് ഇൻ ഹാൻഡ്, 2 7 ദിവസത്തെ പേയബിൾ എമൗണ്ട്, 2 14 ദിവസത്തെ റിസീവബിൾ എമൗണ്ട്. വളരെ കൂളായിരിക്കും. അപ്പം നമ്മൾ കൊടുക്കാനുള്ളതിന്റെ തലേന്നല്ല കിട്ടാനുള്ള കാശ് തിരക്കി നടക്കുന്നത്, അതിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചിലർക്ക് നമ്മൾ ഇപ്പം 14-ാമത്തെ ദിവസമാണ് കിട്ടാനുള്ളത്, അവനെ വിളിച്ചിട്ട് പറയാണ്, മൊത്തം തരാനുള്ളത് 13,000 രൂപയാണ്, ഇന്ന് കാശ് തരാമെങ്കിൽ 12 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ 10 രൂപ തന്നാൽ മതി. 3000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്, 10 രൂപ തന്നാൽ മതി. സെയിൽസുകാരൻ വിളിച്ച് പറയാം, അവൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ ഡാ മോനെ 12,000 രൂപയാണ് അവിടുന്ന് കിട്ടാനുള്ളത്. ഓക്കെ, അവരെ വിളിച്ച് പറഞ്ഞു 10,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. 30 ദിവസമാണ് ക്രെഡിറ്റ്, അതില്ല, പെട്ടെന്ന് കാശ് വേണം. ഓക്കെ, അതുകൊണ്ട് 10,000 രൂപ തന്നാൽ മതി എന്ന് പറയാം. നിനക്ക് ഞാൻ ഒരു 500 രൂപ തന്നേക്കാം, അത് മേടിച്ചുകൊണ്ട് വരാക്കി. നിനക്ക് ഒരു കാര്യം അറിയോ? 30 ദിവസം കഴിഞ്ഞ് കിട്ടാനുള്ള 12,000-നേക്കാൾ നല്ലത് ഇന്ന് കിട്ടുന്ന 9,500. കാരണം ക്യാഷ് ഈസ് പവർ, ക്യാഷ് ഈസ് കിങ്. 500 രൂപ അവനും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് 1000 രൂപ തരാനുള്ളവനും കുറച്ച് കൊടുത്ത് 1000 രൂപ ഈ കളക്ട് ചെയ്യാനുള്ളവനും കൂടെ ഒന്ന് ഇൻസെന്റീവ് കൊടുത്ത് അവിടെ കാശ് വരും, ടേബിളെ കാശ് വരും. കാശ് വെച്ചോണ്ടിരിക്കുന്ന ബിസിനസ്സുകാരനെ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ആയിരിക്കും. കാശില്ലാത്ത സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര പതറ്റിക് ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ക്യാഷ് എന്താണെന്നാ പഠിച്ചേ? ഓ ക്യാഷ് എന്താണ്? ഓ ക്യാഷ് ഇൻ മൈനസ് ഓ ക്യാഷ് ഔട്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇൻ കുറഞ്ഞു, ഔട്ട് അതുപോലെ തന്നെ നിൽക്കുന്നു. ദുബൈയിൽ ഒരു ബിസിനസിന്റെ കാര്യം പറയാം. 100,000 ഇവർക്ക് എക്സ്പെൻസ് ആയിട്ട് നിൽക്കുന്നത് ഒരു 500,000 AED ആണ് എന്നിരിക്കട്ടെ. 500,000 5 ലക്ഷം ദിർഹംസ് ചെലവുണ്ട് ഇവർക്ക് ഫിക്സഡ് ആയിട്ട്.
പക്ഷെ ഇവരുടെ ഇൻകം ഇവർക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്ന 600,000 ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് നേരെ 300,000 ആയിട്ടോ 1,00,000 ദിറംസ് ആയിട്ട് കുറഞ്ഞു. വിച്ച് മീൻസ് കയ്യിൽ നിന്ന് 4,00,000 ദിറംസ് വെച്ച് പോയിക്കൊണ്ടേയിരിക്കുക. 4,00,000 രൂപ ദിറംസ് എന്ന് പറയുമ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിലായി. ഞാൻ റിയൽ കണക്കാണേ പറയുന്നത്, റിയൽ കണക്ക്. ഇവിടെ ഇപ്പൊ നമുക്ക് 2 ഓപ്ഷനാണ്. ഈ ക്രൈസിസ് സമയത്ത് 2 ഓപ്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ഓ ക്യാഷ് ഇൻ കൂട്ടുക, വരവ് കൂട്ടുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ചെലവ് ചുരുക്കുക, എക്സ്പെൻസ് കുറയ്ക്കുക.